നമസ്കാരം. വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കേരളത്തിലും സൗജന്യങ്ങളുടെ പുതുയുഗം പിറന്നിരിക്കുന്നു. 2026 ജൂൺ 15 മുതൽ കേരളത്തിലെ എല്ലാ വനിതകൾക്കും KSRTCയുടെ സാധാരണ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച് ഉത്തരവായിരിക്കുന്നു. എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് ഈ സൗജന്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം. ഭാരതത്തിലെ സമ്പന്ന നഗരങ്ങളുടെ ജീവിതശൈലികൾ സ്വായത്തമാക്കിയവരാണ് നമ്മൾ മലയാളികൾ. അതിനു കാരണങ്ങളുമുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പേ മലയാളികൾ തൊഴിൽ തേടി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി. അവിടെ നിന്ന് കിട്ടിയ പണത്തിൻ്റെ പ്രൗഢിയാണ് നമ്മുടെ ജീവിതശൈലിയുടെ അടിസ്ഥാനം. വിദേശ പണത്തിൻ്റെ ഒഴുക്കിൽ ഇപ്പോൾ കാര്യമായ കുറവ് സംഭവിച്ചു. എന്നിട്ടും നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും പൊതുമേഖല, സ്വകാര്യ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ വായ്പയെടുത്ത് ജീവിതശൈലിയുടെ പ്രൗഢി കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തെവിടെയുമുള്ള ഭക്ഷണ സാധനങ്ങൾ കേരളത്തിൽ കിട്ടുന്നത്. ഏറ്റവും വില കൂടിയ ഭക്ഷണം, ഏറ്റവും വില കൂടിയ കാറുകൾ, ഏറ്റവും വില കൂടിയ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഈ രീതിയിൽ വില കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശൈലി നഗരങ്ങളിൽ മാത്രമല്ല, ഓണം കേറ മൂലകളായിട്ടുള്ള ഗ്രാമങ്ങളിൽ പോലും ഈ ജീവിത ശൈലിയിൽ മാറ്റമില്ല. വ്യക്തികളും കുടുംബങ്ങളും മാത്രമല്ല, നാം തിരഞ്ഞെടുത്ത സർക്കാരുകൾ പോലും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതയിലാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 20,000 കോടിയിലേറെ രൂപ പലിശ മാത്രം അടയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പലിശ ബാധ്യത അതിനും എത്രയോ മടങ്ങായിരിക്കും. അത്തരമൊരു സംസ്ഥാനത്ത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരമൊരു സൗജന്യം അനുവദിക്കണമോ എന്നത് ചിന്തിക്കേണ്ട വിഷയമായിരുന്നു. സൗജന്യങ്ങൾക്ക് നമ്മൾ എതിരല്ല, പക്ഷേ ഓർത്തുപോകുന്നു. കൊച്ചിയിൽ സാധുക്കൾക്ക് ഭവനം വെച്ച് നൽകുന്ന ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അവിടെ സൗജന്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ്: എല്ലാത്തരം സൗജന്യങ്ങളും ഒരു ജനതയുടെ ചേതനയെ കെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രബുദ്ധ മലയാളി ഈ സൗജന്യത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാൻ പാടുണ്ടോ? സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അത്തരമൊരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സൗജന്യം അനുവദിക്കുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയല്ലേ? സൗജന്യങ്ങൾക്ക് ആരും എതിരല്ല. അർഹരായവർക്ക് സൗജന്യങ്ങൾ നൽകുക തന്നെ വേണം. എന്നാൽ ആരാണ് അർഹർ? നിത്യനിദാനത്തിന് വേണ്ടി കൂലിപ്പണി എടുക്കുന്ന ഒരു വനിതയ്ക്കാണ് ഈ സൗജന്യം ലഭിക്കുന്നതെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. എന്നാൽ UGC സ്കെയിലിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മറ്റൊരു വനിത ഈ സൗജന്യം ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾ വഞ്ചിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? എല്ലാത്തരം സൗജന്യങ്ങളും സാമ്പത്തിക മാനദണ്ഡത്തിലായിരിക്കണം